ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റിനെ കുറിച്ച്, അതായത് എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് ബൈനറി ഓപ്ഷൻസിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ഏരിയ വെച്ചിട്ട്, അതായത് ആ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബൈനറി ട്രേഡിങ്ങിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ പല ടൈം ഫ്രെയിമിലായിരിക്കും ട്രേഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നോർമലി 1 മിനിറ്റിൽ എടുക്കുന്ന ട്രേഡിന്, അതായത് നോർമലി 1 മിനിറ്റിലാണ് ഈ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റിൻ്റെ ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഞാൻ ആ 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സിലാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആ ലെവൽസുകൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 1 മിനിറ്റിലാണ് ലെവൽസ് മാർക്ക് ചെയ്യുന്നത്, അങ്ങനെ 1 മിനിറ്റ് ട്രേഡാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി 1 മിനിറ്റ് ട്രേഡ് ചെയ്യുന്നവർക്ക് 5 മിനിറ്റ്സിൽ ലെവൽ മാർക്ക് ചെയ്തിട്ടും ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ 1 മിനിറ്റിൽ തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ലെവൽ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റ് ഓൾറെഡി ഒരു 3 ടൈപ്പിലാണ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ്, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ്, അല്ലെങ്കിൽ സൈഡ് വേസ്, ഈ ഒരു 3 രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ആ 3 മാർക്കറ്റിലും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ഡ്രോ ചെയ്യുന്നതെന്നും, അതുപോലെ ഏതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് ഇപ്പം യൂറോ USDയുടെ മാർക്കറ്റ് റൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് എങ്ങനെയാണ് ലെവൽസുകൾ മാർക്ക് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കൊരു മൾട്ടിപ്പിൾ ടച്ചസ് കിട്ടുന്ന ഏരിയ ആണ് നമ്മൾ ഒരു സ്ട്രോങ് SNR ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ ടച്ചസ് ലഭിക്കുന്ന ഏരിയാസ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലാണ്, അതായത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ മൂവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഡ്രോ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഹൈയിൽ, അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലാണ് മാർക്കറ്റ്, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇവിടെ റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് വെച്ചാൽ ആ മാർക്കറ്റിൻ്റെ, ഇപ്പോൾ ഇതാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന മാർക്കറ്റിൻ്റെ ഹൈ ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ബോഡിക്ക് ഞാൻ അവിടെ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു 2 ഏരിയ, ഇതൊരു സോണാണ്, അതായത് മാർക്കറ്റിൻ്റെ റെസിസ്റ്റൻ്റ് ഏരിയ ആണിത്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് താഴത്തേക്ക് ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് പിന്നീട് ഒരു കൺസോൾഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് പിന്നീട് മാർക്കറ്റ് റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഡ്രോ ചെയ്യാം. അപ്പോൾ ആ ഒരു ലെവലിൽ പിന്നീട് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് സെയിം ആ ഒരു ലോയിലെത്തിയ സമയത്ത് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വീണ്ടും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് റൺ ചെയ്തിട്ടുള്ളത്. വീണ്ടും, അതായത് ഫസ്റ്റ് ടച്ച് ഇവിടെ കഴിഞ്ഞു, സെക്കൻഡ് ഇവിടെ കഴിഞ്ഞു, തേർഡ് ടച്ച് ഇവിടെ കിട്ടി, ഫോർത്ത് ടൈമിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് അതായത് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഇതൊരു സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഇതാണ് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഉള്ള പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഒരു ഹൈ. ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ട്രെൻഡിന്, അപ്പ് ട്രെൻഡിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏതാണോ ഹൈ, ആ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്കറ്റ് അടുത്തൊരു പ്രൈസിലേക്ക് പോകുക. അത് വളരെ സിമ്പിളാണ്. കാരണം എങ്ങനെ നമുക്ക് ഒരു എക്സാമ്പിൾ, നമുക്ക് ഇതൊരു 500 രൂപയുടെ ഒരു പ്രൈസിനുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് എന്ത് സംഭവിക്കണം, ഈ 500 രൂപക്ക് മുകളിൽ അത് വിൽക്കണം, അതായത് മാർക്കറ്റിൻ്റെ പ്രൈസ് അതിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ ഈ 500ൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 600ലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായി, ഈ മാർക്കറ്റ് ഈ 500 എന്ന് പറഞ്ഞ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് 600ലേക്ക് പോയി. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ 500 എന്ന് പറയുന്ന പ്രൈസിൽ തന്നെ മാർക്കറ്റ് വീണ്ടും ആ ഒരു സെയിം പൊസിഷനിൽ റെസിസ്റ്റൻ്റ് ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് ഫോളോ ചെയ്യുക. അതായത് 500 എന്ന് പറഞ്ഞ പ്രൈസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ താഴത്ത് ഇവിടെ ഒരു 400 ആണ് പ്രൈസ് എന്ന് വിചാരിക്കും. മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, താഴത്ത് 400 ടച്ച് ചെയ്തിട്ട് വീണ്ടും 500ലേക്ക് പോകുന്നു, 500 ടച്ച് ചെയ്ത് 400 വരുന്നു. കാരണം മാർക്കറ്റ് ആ ഒരു സമയത്ത് ആ ഒരു റേഞ്ച്, ആ ഒരു ചാനലിലാണ് മാർക്കറ്റ് റൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഒരു സോൺ ഇവിടെ മാർക്ക് ചെയ്ത്. ഇനി നമുക്ക് ഇത്ര റെസിസ്റ്റൻ്റ് ഏരിയയിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇതൊരു റേഞ്ചിങ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ 2 ലെവലും ഓൾറെഡി മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് ടച്ചിൽ മാർക്കറ്റ് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന്
ഏതെങ്കിലും ഒരു റിവേഴ്സൽ സ്ട്രാറ്റജി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതായത് ആ തേർഡ് ടച്ചിൽ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു റിവേഴ്സൽ സ്ട്രാറ്റജി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ബൈനറിയിൽ വെച്ചാൽ, തുടക്കത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് വെച്ചാൽ, നമുക്കിവിടെ സെക്കൻഡ് ടച്ച് ഇവിടെ വന്ന് തേർഡ് ടച്ചിൽ മാർക്കറ്റ് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അതായത് ആ ഒരു പൊസിഷനിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന ബ്ലൈൻഡ് ആയിട്ട് പഠിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ തേർഡ് ടച്ചിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കും. അപ്പോൾ അതൊരു മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ബേസിക് നോളജ് ആണ്. അതായത് ഇങ്ങനെയാണ്, അതായത് ഇത്തരം രീതിയിലാണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്തെന്ന് കരുതിയിട്ട് ചാടി കയറി പ്രൈസിന് കോൾ ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പ്രൈസ് മാർക്കറ്റ് ആ ആ സെയിം പ്രൈസ് വാല്യൂവിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിലേ ഉള്ളൂ അവിടുന്ന് റിവേഴ്സ് ആവുള്ളൂ. കാരണം അതൊരു സ്ട്രോങ് ഏരിയ ആണെങ്കിൽ. അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും തേർഡ് ടച്ചിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുമെന്ന് പറയുന്നില്ല. അങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് നമ്മൾ ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ഇപ്പോൾ ബൈനറിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇത്തരം ബ്ലൈൻഡ് ആയിട്ട് പഠിച്ചു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, തേർഡ് ടച്ച് എത്തുന്നു, മാർക്കറ്റ് അപ്പം തന്നെ അവിടെ എത്തുന്ന സമയത്ത് തന്നെ കോൾ ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക്, അതായത് ആ ഒരു പ്രൈസ് നമുക്ക് നഷ്ടപ്പെടും, അതായത് നമ്മുടെ ട്രേഡ് നഷ്ടപ്പെട്ട് ക്യാഷ് നഷ്ടപ്പെടുന്നു. അപ്പം അങ്ങനെ പഠിച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇത്രയും ബേസിക് കാര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അവിടെ പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്നും കൂടി പഠിച്ചതിന് ശേഷം ആ ഒരു ഏരിയയിൽ പ്രൈസിന്റെ ആക്ഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതായത് അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മൊമെന്റം എന്ന് പറയുന്നത്, നമ്മൾ മൊമെന്റം എന്ന് കൺസിഡർ ചെയ്യുന്നത് ഒരു മിനിമം 3 ക്യാൻഡിൽ എന്തായാലും ഒരു മൊമെന്റത്തിൽ വേണം. അതായത് സെയിം കളറിലുള്ള 3 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതൊരു മൊമെന്റായി മാറും. അതായത് അത് മാർക്കറ്റിന്റെ ഒരു മൊമെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സെയിം കളറിൽ 3 ക്യാൻഡിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഒരു സൈൻ ആണ്. മാർക്കറ്റ് മുന്നോട്ട്, അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇത് താഴത്തെ ഫോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു സെല്ലിംഗ് സൈൻ ആണ്. മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 3 ക്യാൻഡിൽ സെയിം കളറിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു മൊമെന്റ് ആണ്. 3ൽ കൂടുതൽ എത്രയാവും, പക്ഷെ മിനിമം നമുക്ക് എന്ത് വേണം, മിനിമം 3 ക്യാൻഡിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അതൊരു മൊമെന്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മിനിമം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ, അതായത് 2 ക്യാൻഡിൽ വരെ ആവാം. അതിനെ നമുക്ക് റീട്രേസ്മെന്റ് എന്ന് പറയാം. അതായത് റീട്രേസ്മെന്റിൽ നമുക്ക് 2 ക്യാൻഡിൽ വരെ ആവുക. ഒരു ക്യാൻഡിലും റീട്രേസ്മെന്റ് ഉണ്ടാവാം, 2 ക്യാൻഡിലും റീട്രേസ്മെന്റ് ഉണ്ടാവാം. 2 കൂടുതൽ ക്യാൻഡിൽ ആയി കഴിഞ്ഞാൽ അത് മൊമെന്റമായി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, മൊമെന്റം ഒരു കണ്ടിന്യൂഷൻ സൈൻ ആണ്. ഓക്കെ, റീട്രേസ്മെന്റ് ഒരു പുൾ ബാക്ക് പൊസിഷൻ ആണ്. അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു 2 ക്യാൻഡിൽ ഇപ്പോൾ എഗെയിൻസ്റ്റ് വരികയാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മാർക്കറ്റ് നിങ്ങൾക്ക് റൺ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ റീട്രേസ്മെന്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. മാർക്കറ്റ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാണ്. ഈ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ല ഒരു റെഡ് ക്യാൻഡിൽ, ഇതൊരു റിവേഴ്സൽ സൈൻ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബൈ പൊസിഷനിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു എൻഗൾഫിംഗ് ആയി കണക്ക് കൂട്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് റിവേഴ്സൽ ട്രേഡ് എടുക്കരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് റീട്രേസ്മെന്റ് സൈൻ ആണ്. മാർക്കറ്റ് റിവേഴ്സ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ ഒരു ഹൈ എന്ന് പറയുന്ന പ്രൈസ്, അതായത് ഈ ഗ്രീൻ ക്യാൻഡലിന്റെ ഈ ഒരു ഹൈ എന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ട്, അതായത് ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യണം, അവിടുന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം, അതായത് മാർക്കറ്റിന്റെ മൊമെന്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടാവണം. ആ സെല്ലിംഗ് ക്യാൻഡിൽ എൻഗൾഫിങ്ങോ മോർണിംഗ് സ്റ്റാറോ ഈവനിങ് സ്റ്റാറോ എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഇൻഡിസിഷൻ ക്യാൻഡിലോ, അതായത് നമുക്ക് വരുന്ന സ്പിന്നിങ് ടോപ്പോ ഡോജി, അങ്ങനെ ഏത് ക്യാൻഡിലാണോ അവിടെ വരുന്നത് അത്തരം ക്യാൻഡിൽ, അതായത് റിവേഴ്സൽ പാറ്റേൺ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ക്യാൻഡിൽ, അതായത് ആ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയി ഞാൻ നോക്കിയിട്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇതെന്ത് മനസ്സിലായി, ഈ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അടുത്ത ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യരുത്. കാരണം ഇത് മൊമെന്റം സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു മൊമെന്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അടുത്ത ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കിയതിന് ശേഷം, അതായത് ഇതിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്തോറും എൻഗൾഫിംഗ് ഒക്കെ പഠിക്കും. അപ്പോൾ എൻഗൾഫിംഗ് പഠിക്കുന്ന സമയത്ത് എൻഗൾഫിംഗ് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ താഴേക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് ബ്ലൈൻഡായിട്ട് പഠിച്ചു വെക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊമെന്റം. അതായത് ഒന്നിൽ കൂടുതൽ, 3ൽ കൂടുതൽ, മിനിമം 3 കൂടുതൽ സെയിം കളറിൽ വന്നു കഴിഞ്ഞാൽ മൊമെന്റായി, മൊമെന്റം കഴിഞ്ഞ് റീട്രേസ്മെന്റ് ആയി മാർക്കറ്റ് വീണ്ടും അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇവിടെയാണ് നോക്കേണ്ടത്, ഈ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്ത്, അതായത് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, മാർക്കറ്റ് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് എന്തിനു വേണ്ടിയാണ് മാർക്കറ്റ് ശ്രമിക്കുക, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ മാർക്കറ്റിന് എന്ത് സംഭവിച്ചു, അവിടെ ഫെയിലായി.
മാർക്കറ്റ് എന്ത് ചെയ്യുക, പ്രൈസിൽ തട്ടിയിട്ട് താഴേക്ക് പോകുന്നു. വീണ്ടും മാർക്കറ്റ് ട്രൈ ചെയ്തു, അവിടെയും മാർക്കറ്റ് എന്ത് ചെയ്തു, ഫെയിലായി. ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. ഇപ്പൊ ഈ മൂന്നാമത്തെ ടച്ചിൽ നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റും. അതാണ് നമുക്കൊരു സ്ട്രോങ് ലെവൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു സ്ട്രോങ് ലെവൽ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് അവിടെ ടച്ച് ചെയ്ത സമയത്ത് ഫോളോ ചെയ്ത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ യൂസ് ചെയ്യുന്ന റിവേഴ്സൽ പാറ്റേൺസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻഗൾഫിംഗ് പാറ്റേൺ. അതായത് ഒരു പ്രീവിയസിലുള്ള ഗ്രീൻ ക്യാൻഡലിനെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെന്ന് കരുതുക, അതിനെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യാണ്. അതായത് ആ ഒരു ക്യാൻഡലിനെ മാർക്കറ്റ് എൻഗൾഫ് ചെയ്യാണ്. ഇത് റെഡ് ക്യാൻഡിൽ. ഇവിടെ നമുക്ക് ഈ വിക്ക് ഈ ഗ്രീൻ്റെ വിക്കിനേക്കാൾ ബ്രേക്ക് ചെയ്തിട്ടാണ് എൻഗൾഫ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി പറഞ്ഞാൽ ലിക്വിഡിറ്റി ഗ്രാബ്. മാർക്കറ്റ് പ്രീവിയസിൽ ഉണ്ടായിരുന്ന ക്യാൻഡലിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത്, അതായത് മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് നോർമലി ഇത്ര പഠിച്ചാൽ മതി. ഈ വിക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാർക്കറ്റ് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ വിക്കിനെ ഈ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യണം, താഴേക്ക് സെൽ ഓർഡറിൽ പോകേണ്ടതാണ്. അതായത് മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഈ ക്യാൻഡിൽ നമുക്കിവിടെ ലോസ് ആണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടി, അടുത്തൊരു റെഡ് ക്യാൻഡിൽ അതിനെ എൻഗൾഫ് ചെയ്ത് വിക്കിനെ ബ്രേക്ക് ചെയ്ത് വന്നാൽ അടുത്ത ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് പഠിച്ചു. പക്ഷേ ഇങ്ങനെ പഠിച്ച സാധനം ഒരു കാരണവശാലും ബ്ലൈൻഡ് ആയിട്ട് മാർക്കറ്റിൽ പോയിട്ട് യൂസ് ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിന് നമുക്ക് ആ ഏരിയയിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ഏരിയ, ഓരോ ക്യാൻഡിലിൻ്റെയും ഹൈയും ലോയും, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ വിൽക്കുന്നു, ഇതിൻ്റെ ഹൈയും ലോയും ഒരു SNR ആണ്. അപ്പം നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ പ്രീവിയസിലുള്ള ലെവൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ഏരിയയിൽ ട്രേഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, മാർക്കറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്, അതായത് മാർക്കറ്റിന് ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന പൊസിഷനാണ്. ഒരു എക്സാമ്പിൾ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നല്ലൊരു റാലി പോയി, അതിനുശേഷം ഒരു ബേസിന് ശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്ത്, ഡ്രോപ്പ് ചെയ്ത്. അപ്പോൾ ഈ ഒരു ബേസ്, അതായത് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. മാർക്കറ്റ് അവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു അതായത് ഡൗൺ ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന പൊസിഷൻ ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, അവിടെ സ്റ്റക്ക് ആവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം. ഇപ്പം നമ്മളൊരു 1 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 1 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ ഏതാണോ അതിനുള്ളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് ഈ ലാസ്റ്റ് ക്യാൻഡലിൽ മാത്രമേ കൺസോളിഡേറ്റ് ചെയ്യുന്നല്ല, പ്രൈസ് ആ ഒരു പൊസിഷനിൽ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏറ്റവും വലിയ ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് അവിടെ പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഈ ഒരു പ്രൈസിൻ്റെ ഹൈയും ലോയും, ഇതാണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് കണ്ടില്ലേ, ഈ ഒരു റേഞ്ച്, അതായത് ആ ക്യാൻഡലിൻ്റെ ഉള്ളിലെ, അതായത് നമ്മൾ ഇൻസൈഡ് ക്യാൻഡിൽസ് എന്ന് പറയും, ഈ ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, പിന്നീട് റൺ ചെയ്തിട്ടുള്ളത്, അതായത് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതൊരു ലെവലാണ്, ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, നമ്മളൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കുമ്പോൾ നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വന്ന ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ. ഈ ഒരു പാറ്റേൺ, ഈവനിങ് സ്റ്റാർ, ഈ ഒരു പാറ്റേൺ ആണ് ഈവനിങ് സ്റ്റാർ. അപ്പോൾ ഈ ഈവനിങ് സ്റ്റാറിൽ എന്താ സംഭവിച്ച, മാർക്കറ്റ് ഈ ഗ്രീൻ ക്യാൻഡലിനെ ഈ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് ഇൻഡിസിഷൻ ക്യാൻഡിൽ, അതായത് സെൻട്രൽ ക്യാൻഡിൽ. അപ്പോൾ മാർക്കറ്റ് അടുത്ത ക്യാൻഡിൽ ഫോളോ ചെയ്തു. ഇത് എന്തുകൊണ്ടാണ് ഫോളോ ചെയ്തത്, മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു മൊമെൻറ്റത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി, അതിനുശേഷം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇതൊരു സൈനാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഒരു മൊമെൻറ്റത്തിൽ പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽ വന്നു, അതായത് ഈ മൊമെൻറ്റത്തിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, അടുത്തൊരു വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മൊമെൻ്റ് അവിടെ അവസാനിച്ചിട്ട് സെല്ലേഴ്സാണ് പിന്നീട് എന്തായത്, ആക്റ്റീവ് ആയത്. ഇത് നമുക്കൊരു സൈനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഈ രണ്ട് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഈ സെയിം പൊസിഷനിൽ തന്നെ ഒരു റിവേഴ്സൽ പാറ്റേൺ വരികയാണെങ്കിൽ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ പൊസിഷനാണ്. എന്തുകൊണ്ടാണ്, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ അവസാനിച്ചു. ഒരു കാരണവശാലും ഈ റെഡ് ക്യാൻഡിൽ കഴിഞ്ഞ് ട്രേഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഈ റെഡ് ക്യാൻഡിൽ എന്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യരുത് പറയുന്നത് വെച്ചാൽ, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം ഇവിടുന്ന് എൻഡ് ചെയ്ത് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കണ്ടിന്യൂ ആണ് ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ ഇത് റീട്രേസ്മെന്റ് ആവും. അതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കാതെ സെക്കൻഡ് ടച്ചിൽ, അതായത് ഫസ്റ്റ് ടച്ച് കഴിഞ്ഞ് സെയിം ഏരിയയിൽ ഇവിടെ സെക്കൻഡ് ടച്ച് കിട്ടിയിട്ട് ഇതിനകത്ത് നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് റിവേഴ്സൽ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ ആണെങ്കിലും ഈവനിങ് സ്റ്റാർ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ കീ ലെവൽ, ഈ ഒരു സോണ് ഇത് ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഇതൊരു SNR ലെവലാണ് ഈ ഒരു പാറ്റേണിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ആയിട്ടില്ലെങ്കിൽ, അതായത് ഓൾറെഡി ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊരു നല്ല സ്ട്രോങ് ക്യാൻഡലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത്തരം ക്യാൻഡിൽസിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു സോണിൽ ടച്ച് ചെയ്ത സമയത്ത്, അതായത് നമ്മുടെ ഈ സോണിൽ ടച്ച് ചെയ്ത സമയത്ത് വേണം നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക. അതിനെ മാർജിനൽ സേഫ്റ്റി എന്ന് പറയും. അതായത് അത് ബൈനറിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, അതായത് അതിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ആ ട്രേഡുകൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ഏരിയയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രോങ് ലെവൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ, ഇതൊരു റെസിസ്റ്റൻ്റ് ലെവലായിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും, അതായത് തേർഡ് ടച്ച് ഇവിടെ സംഭവിച്ച സമയത്ത് മാർക്കറ്റ് ശക്തമായിട്ട് താഴേക്ക് ഫോൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇത്ര സ്ട്രോങ്ങിൽ വരുന്ന മാർക്കറ്റിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ലിക്വിഡിറ്റി ഗ്രാബ്, അതായത് മാർക്കറ്റ് വിക്ക് ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു മൂമെൻ്റ് ആണ്. ഈ ഒരു മൂമെൻറ്റത്തിനകത്ത്, കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ വന്ന ഒരു കാരണവശാലും റിവേഴ്സൽ ട്രേഡിന് നിങ്ങൾ നിൽക്കരുത്. കാരണം എന്താ, നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ വന്നിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ, നോർമലി ബൈനറി ട്രേഡിങ്ങിന് ഒരു മണി മാനേജ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കിങ്ങിലാണ്. അതായത് ഞാനിപ്പോൾ ഒരു $2 ഇൻവെസ്റ്റ് ചെയ്തു, ഈ $2 ട്രേഡ് എനിക്ക് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ അടുത്തത് $4 ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ $8 ട്രേഡ് ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊരു മണി മാനേജ്മെന്റ് സിസ്റ്റമാണ് ബൈനറി ട്രേഡിങ്ങിൽ, മാർട്ടിങ്കൽ എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങളൊരു 2-3 ട്രേഡ് അടുപ്പിച്ച് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം പോകുന്നതാണ്. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ SNR ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ വരച്ച ലെവലിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ടായി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഈ ലെവൽ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്ത് പാറ്റേൺ ആണ് ഉണ്ടാവുന്നത് എന്നുള്ളൊരു കൺസിഡറേഷൻ ഇല്ല. അവർ ജസ്റ്റ് മാർക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കോൾ ഓപ്ഷൻ എടുക്കും. അപ്പോൾ എന്താ, ഈ ക്യാൻഡിൽ നമ്മൾ ലോസായി. അടുത്ത ക്യാൻഡിലും കോൾ ഓപ്ഷൻ എടുക്കും, അതിലും നമ്മൾ ലോസായി. അടുത്ത ക്യാൻഡിലും കോൾ ഓപ്ഷൻ എടുക്കും. കാരണം ഇതിനെയാണ് റിവെഞ്ച് ട്രേഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എങ്ങോട്ടേക്ക് മാറി, റിവെഞ്ചിലേക്ക് മാറി. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ മാറിയിട്ട് ഇതൊരു റിവെഞ്ച് ട്രേഡിലേക്ക് മാറി. അന്നപ്പോൾ എന്തായി, നമുക്ക് ഇവിടെ അടുപ്പിച്ച് 3 ക്യാൻഡിൽ ലോസായി. ചിലപ്പോൾ നമ്മളെ ക്യാപിറ്റൽ അപ്പോഴേക്ക് തീർന്നിട്ടുണ്ടാവും. മാർക്കറ്റ് എന്ത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് റിവേഴ്സായി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ SNR ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഫസ്റ്റ്, അതായത് മാർക്കറ്റ് എത്തിയ സമയത്ത് ട്രേഡ് ചെയ്യരുത്. ഇതുപോലെ നമുക്ക് റിവേഴ്സൽ പാറ്റേൺസ് വന്നു കഴിഞ്ഞാൽ മാത്രം ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മൊമെൻറ്റത്തിലാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും മൊമെൻറ്റത്തിൽ വരുന്ന റിവേഴ്സൽ ട്രേഡിന് ട്രേഡ് ചെയ്യരുത്. അതിനടുത്ത് വീണ്ടും സെക്കൻഡ് ടച്ചിൽ, അതായത് സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കുക. ഇതെല്ലാം സ്ട്രാറ്റജീസ് ആണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ, അതല്ലെങ്കിൽ എൻഗൾഫിങ്, അതായത് മോർണിംഗ് സ്റ്റാർ. അതായത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഏതിലാണോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഈസി, ആ ഒരു സ്ട്രാറ്റജിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അത് മാസ്റ്റർ ചെയ്യാനും പറ്റും, അതിൽ നിങ്ങളെ ലോസ് കുറയ്ക്കാനും പറ്റും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എൻഗൾഫിംഗ് പാറ്റേണിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ എൻഗൾഫിംഗ് പാറ്റേണിൽ തന്നെ ട്രേഡ് ചെയ്യുക. കാരണം 1 മിനിറ്റിൽ നമുക്ക് ഒരുപാട് എൻഗൾഫിംഗ് പാറ്റേൺ ലഭിക്കുന്നതാണ്. ആ ഒരു പാറ്റേണിൽ മാത്രം ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സാമ്പിൾ 10 ട്രേഡ് നിങ്ങൾ സെയിം എൻഗൾഫിംഗ് പാറ്റേണിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ലോസ് വരാനുള്ള സാധ്യത കുറവാണ്. അതായത് 10 നമുക്ക് ലോസ് വരില്ല. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മണി മാനേജ്മെന്റിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, വിന്നിങ് റേഷ്യോ കൂടുതലും ഉണ്ടാവും, നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് സെറ്റ് ചെയ്താൽ മതി. അതല്ല, നിങ്ങളൊരു എൻഗൾഫിങ്ങിൽ എടുത്ത് അടുത്തതൊരു മോർണിംഗ് സ്റ്റാറിൽ എടുത്ത് അതല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പിൽ എടുത്ത് അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ട്രേഡിങ്ങിൽ ഒരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രേഡ് എടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ അതിന് പകരം ഏതെങ്കിലും ഒരു പാറ്റേണിൽ മാസ്റ്റർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റേഞ്ച്, സപ്പോർട്ടർ റെസിസ്റ്റൻറ്റിൽ ഇങ്ങനെ റേഞ്ചിങ് ഏരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് സെയിം തന്നെ നമുക്കിപ്പോൾ ഒരു ട്രെൻഡിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് അടുത്തൊരു ഏരിയ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യണം.
മാർക്കറ്റ് ഈ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, താഴേക്ക് ഫോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ താഴേക്ക് ഫോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ലെവൽ മാർക്ക് ചെയ്തത് ഈ ഹൈ നിന്നാണ് മാർക്കറ്റ് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഒന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, ഒരു ലെവൽ മാർക്ക് ചെയ്യരുത്. ഓക്കെ, നമുക്ക് വേണ്ടത് മൾട്ടിപ്പിൾ ടച്ചസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ടച്ച് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ടച്ച് എവിടെയാന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ ടച്ച് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ടച്ച്. ഓക്കെ, അപ്പം അതിന് നേരെ താഴത്ത് അതിൻ്റെ വിക്ക് ഏരിയ മാർക്ക് ചെയ്യാം. ഇതുവരെ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സോണാണ് നമുക്ക് എന്താണ്, സപ്പോർട്ട് ഏരിയ. ഓക്കെ, ഇവിടെ മുകളിൽ റെസിസ്റ്റൻ്റ് കിട്ടിയ പോലെ ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഏരിയ. അപ്പം നമുക്ക് എന്താ വേണ്ടത്, മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് ഈ ഒരു സോണിൽ എത്തുന്ന സമയത്ത്, ഈ ഒരു സോണിൽ എത്തുന്ന സമയത്താണ് നമ്മൾ എന്തുണ്ട്, റിവേഴ്സൽ ട്രേഡ് എടുക്കേണ്ടത്. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കണ്ടിന്യൂസ് ആയി ഫോൾ ആയി വന്നു, മൊമെൻ്റ് ഇവിടെ എൻഡ് ചെയ്തു. അതായത് ആ മൊമെൻ്റത്തിനെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മൊമെൻ്റം കുറഞ്ഞ് കുറഞ്ഞ്, അതായത് അതിൻ്റെ പവർ കുറഞ്ഞ് കുറഞ്ഞ് ഇവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്യാൻഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ മൊമെൻ്റം എൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ തന്നതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും ഏരിയയിൽ, അതായത് ഇത്രയും പൊസിഷനിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. കാരണം മാർക്കറ്റ് ഓൾറെഡി അതിൻ്റെ മൊമെൻ്റം എൻഡ് ചെയ്ത് ഒരു റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതൊരു റിവേഴ്സൽ പാറ്റേൺ അല്ലേ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവിടെ ടച്ച് ചെയ്തെന്ന് കണ്ടിട്ട് ചാടി കയറി റിവേഴ്സ് എടുക്കരുത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി നോക്കി. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നമ്മുടെ സോണിലെത്തി. ഈ ഒരു സോണിലെത്തിയ സമയത്ത് ഒരു കാരണവശാലും അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ എടുക്കരുത്. ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട്, അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇതൊരു മൊമെൻ്റമാണ്. മൊമെൻ്റം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനാണ്, പ്രത്യേകിച്ച് സെല്ലിംഗ് പൊസിഷനിൽ വരുന്ന മാർക്കറ്റ് കൂടിയാണ്. അപ്പോൾ അതായത് ട്രെൻഡും ഡൗണിലേക്കാണ് ഈ സമയത്തെ മൊമെൻ്റം, അതായത് ആ ഒരു മൊമെൻ്റം വരുന്നതും താഴേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒരു പവറിൽ വരുന്ന മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവിടെ കോൾ ഓപ്ഷൻ എടുക്കരുത്. ഇവിടെ നമുക്ക് ആ സ്ഥാനത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്ന് അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ റിവേഴ്സൽ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പാറ്റേൺസ് എല്ലാം എന്ത് ചെയ്യുക, റീടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നമ്മളിപ്പോൾ എൻഗൾഫിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാർട്ടിൽ തന്നെ പുറകിലേക്ക് പോവുക. പുറകിലേക്ക് പോയിട്ട് നമുക്ക് എവിടെയൊക്കെ എൻഗൾഫിംഗ് പാറ്റേൺ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തു. ഈ ടച്ചിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. സെക്കൻഡ് ടച്ച് വീണ്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ആ എൻഗൾഫിംഗ് പാറ്റേണിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഇതാണ് അതിൻ്റെ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് വീണ്ടും കയറി മുകളിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് ടച്ച് എന്ന് പറയുന്നത്, മാർക്കറ്റ് മൊമെൻ്റത്തിൽ വരുന്നതുകൊണ്ട് തന്നെ, അതായത് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഓൾറെഡി സ്പീഡിൽ വരുന്ന ഒരു മാർക്കറ്റിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം തിരിച്ച് മുകളിലേക്ക് പോകാൻ. അപ്പോൾ അതൊരിക്കലും ഫാസ്റ്റ് ആയിട്ട് വരുന്ന മാർക്കറ്റിൽ നമ്മൾ റിവേഴ്സൽ ട്രേഡിന് നിൽക്കരുത്. അവിടെ നമുക്ക് എന്താ വേണ്ടത്, സെല്ലിങ്ങിൻ്റെ മൊമെൻ്റം അവസാനിക്കണം. ആ മാർക്കറ്റ് അവിടെ അവസാനിച്ചതിന് ശേഷമാണ് തിരിച്ച് മുകളിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് റെഡ് ക്യാൻഡിലായിരിക്കും കൂടുതൽ സമയവും കൺസോൾഡേറ്റ് ചെയ്ത് മദർ ക്യാൻഡിൽ അല്ലെങ്കിൽ മാസ്റ്റർ ക്യാൻഡിൽ എന്ന് പറയും. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് കൂടുതലും ഉണ്ടാവുക. ഇത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഇതിൽ മാർക്കറ്റ് എന്തെങ്കിലും കൺസോൾഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചും കൂടി നമ്മൾ എപ്പോഴും നോക്കണം. മാർക്കറ്റ് ആ പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടാണോ നിൽക്കുന്നത്, അതിനുശേഷം മാത്രമാണ് കോൾ ഓപ്ഷൻ എടുക്കേണ്ടത്. അത് പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാരണവശാലും റിവേഴ്സൽ പാറ്റേൺ വന്നെന്ന് കരുതിയിട്ടും ട്രേഡ് എടുക്കുക. എന്തിനാ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത് വെച്ചാൽ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എൻട്രി വളരെ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷേ നമുക്കതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് എടുക്കാൻ പറ്റും. അതല്ലാണ്ട് നമ്മൾ ഇതൊന്നും നോക്കാതെ ചാടിക്കയറി ഒരു പാറ്റേൺ മാത്രം പഠിക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡെമോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സെയിം നമ്മുടെ പാറ്റേൺസ് വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് ആ സമയത്ത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഈ ഒരു ലെവൽസ്, സ്ട്രോങ് ലെവൽസുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ള ഏരിയ ആണ് നമ്മൾ ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ്റെ ഉള്ളിലാണ് ലെവൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ജസ്റ്റ് താഴേക്ക് ഫോളോ ചെയ്യുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്.
ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടച്ചസ്, ഒന്നിൽ കൂടുതൽ ടച്ചസ് വരുന്ന ഏരിയാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, സെക്കൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, തേർഡ് ടച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഈ തേർഡ് ടച്ചിൽ നമുക്ക് റിവേഴ്സൽ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. അതാണ് തേർഡ് ടച്ചിലാണ് നമ്മൾ റിവേഴ്സൽ പാറ്റേൺ നോക്കുക ഇത്തരം ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിൽ. ഓക്കെ, കാരണം അപ്പോഴാണ് നമുക്കതൊരു ചാനലായിട്ട് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എപ്പോഴും ട്രെൻഡ് ലൈനിൽ കുറച്ചും കൂടി നല്ലൊരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു 45 ഡിഗ്രിയിലൊക്കെയുള്ള ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മൂവ് അതിൽ ലഭിക്കുന്നതാണ്. കാരണം വളരെ ഡീപ്പായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകാനുള്ള സാധ്യത, മാർക്കറ്റ് ആ ഒരു പ്രൈസിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ഒരു 45 ഡിഗ്രിയിലേക്ക് കിട്ടുന്ന ട്രെൻഡ് ലൈൻ ആണെങ്കിൽ അതിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ട് കയറി കയറി പോകുന്നതാണ്. അതുപോലെ തന്നെ ഇറങ്ങുകയാണെങ്കിൽ ആ ലെവലിൽ അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, തേർഡ് ടച്ചിൽ നമുക്കൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഓൾറെഡി ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അതായത് സെയിം പൊസിഷനിൽ തന്നെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു മൊമെൻറ്റാണ് വന്നത്. മൊമെൻറ്റത്തിൽ മാർക്കറ്റ് ആ ഒരു പവർ കുറഞ്ഞ് വീണ്ടും സെയിം പൊസിഷനിൽ എത്തി. അതായത് ബയ്യേഴ്സ് എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ ഉണ്ടായിട്ടുണ്ട്. ഈവനിങ് സ്റ്റാറിൻ്റെ പ്രൈസ് ഇതാണ്. ഈ കീ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് കാണാൻ നിങ്ങൾക്ക് താഴേക്ക് പോയത്. ഓക്കെ, അതുപോലെ തന്നെ ഈവനിങ് സ്റ്റാറിൽ ട്രേഡ് എടുക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ പിന്നെ അതായത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈവനിങ് സ്റ്റാറിൽ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫസ്റ്റ് പ്രൈസ്, അതായത് ഈ ഓപ്പണിംഗ് പ്രൈസ്, ഗ്രീൻ ക്യാൻഡലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡൽ ഓപ്പണിംഗ് പ്രൈസിന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, മാർജിനൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, അടുത്തൊരു സോൺ. ഈ കീ ലെവൽ ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുള്ളിൽ മാർക്കറ്റ് എൻ്റർ ചെയ്താലും നമുക്ക് ഇതിനെ പറ്റും താഴേക്ക് ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് ഇൻ കേസ് ഇതിന് വിക്ക് ഉണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രി എന്ന് പറഞ്ഞാൽ ഈ സോണിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സോൺ ഇല്ലാത്തതുകൊണ്ടാണ് മാർജിൻ സേഫ്റ്റിയിൽ ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ആ സെക്കൻഡ് ടൈമിൽ റിവേഴ്സൽ വന്നുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഫോളോ ചെയ്തിട്ടുള്ളത്, താഴേക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ബൈനറി ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു എൻട്രി പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഇവിടെ എൻട്രി ഈ സോൺ, അതായത് ഇവിടെ എൻട്രി ഇവിടേക്ക് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സോൺ ഇല്ല. അതായത് ഈ റെഡ് ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് സോൺ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞ് ഈ സോണിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്ത്, അതായത് റീടെസ്റ്റ് ചെയ്യാന്ന് പറയാം, ആ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രെൻഡിൽ, അതായത് മാർക്കറ്റ് ട്രെൻഡിൽ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഏരിയ വരച്ചതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് അതുപോലെ ബ്രേക്ക് ഔട്ടൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഡീപ്പായിട്ട് പോകുന്നത്. എക്സാമ്പിൾ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ എക്സാമ്പിൾ ഇവിടെ മാർക്കറ്റ് ഒരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നൊരു മൂവ്മെൻ്റാണ്, മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നല്ലൊരു അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ലെവൽ മാർക്ക് ചെയ്യുക വെച്ചാൽ ഇവിടെ പ്രീവിയസിൽ ഏതാണോ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പൊസിഷൻ, അപ്പോൾ ഇതാണ് പ്രീവിയസിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മൾട്ടിപ്പിൾ ടച്ചസ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രീവിയസിലെ ഈ ഏരിയയിലേക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് എവിടേക്കാണ് മൾട്ടിപ്പിൾ ടൈംസിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഒരു ഹൈ ഓൾറെഡി ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു സോണ് വരെ പോയിട്ടാണ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. തിരിച്ച് മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് റിവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലെവൽസുകളെ മാർക്ക് ചെയ്യുക. അതായത് ആദ്യം ഇവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്യും, അതുപോലെ നമുക്ക് അടുത്തൊരു ലെവൽ മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ, അതായത് ഇതിൻ്റെ സോണും മാർക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു സോൺ. അപ്പോൾ ഇത് നമുക്ക് എന്താ ഇവിടെ ഒരു ഏരിയ കിട്ടി. അതുപോലെ നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിൽ ഇവിടെ നമുക്ക് അടുത്തൊരു ലെവൽ മാർക്ക്, അടുത്തൊരു ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം മാർക്കറ്റ് ഈ ഒരു ലെവലിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു പോയി. അപ്പോൾ അതായത് ഇങ്ങനെ സ്ട്രോങ് നമ്മളിങ്ങനെ ലെവൽസ് വരയ്ക്കുമ്പം ബൈനറി ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ലെവലിൽ എത്തി, ഈ ക്യാൻഡിൽ ലെവലിൽ ഇപ്പോൾ എക്സാമ്പിൾ ഈ ക്യാൻഡിൽ ഇവിടെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ
അടുത്ത ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക. അങ്ങനെ ബ്ലൈൻഡ് ആവരുത് വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ബ്ലൈൻഡായി ട്രേഡ് ചെയ്താൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ വരച്ച ലെവലിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ നോക്കുക. അവിടെ ഓൾറെഡി റെസ്പെക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫോളോ ചെയ്ത്, അതായത് ഈ മൂവ്മെന്റ്, ഇത്രയും വലിയ മൂവ്മെന്റ് ഇവിടെ വെച്ച് എൻഡ് ചെയ്ത് ഇവിടുന്ന് പിന്നീട് വന്നത് സെല്ലേഴ്സിന്റെ ഒരു മൂവ്മെന്റ് ആണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് തന്നു. ഇവിടെ എന്തുകൊണ്ടാണ് റീട്രേസ്മെന്റ് വന്നത്? മാർക്കറ്റിന്റെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഈ ലാസ്റ്റ് ക്യാൻഡിൽ എപ്പോഴും ഒരു സ്ട്രോങ് ക്യാൻഡിൽ ആയിരിക്കും. അതായത് അതൊരു മാസ്റ്റർ ക്യാൻഡിൽ ആയിരിക്കും. അതിനുള്ളിലാണ് മാർക്കറ്റ് അധിക ടൈമിലും കൺസോൾഡേറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചത്, ബാക്കി ലെവൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സപ്പോർട്ട് എടുക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന പ്രശ്നമാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ്, അതുപോലെ തന്നെ ഈ ലോ, ഈ ഒരു സോൺ, ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ വന്ന് മാർക്കറ്റ് ക്യാൻഡിൽ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും താഴേക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യരുത്. കാരണം ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നവരെ മാർക്കറ്റ് അതിൽ സ്റ്റക്ക് ആയിരിക്കും, ഈ ലാസ്റ്റ് ക്യാൻഡിൽ. അതുകൊണ്ടാണ് ഇത് മാസ്റ്റർ ക്യാൻഡിലാണ്. അതായത് അതിനുള്ളിൽ, അതിന് ശേഷം വരുന്ന ക്യാൻഡിൽസ് എല്ലാം ആ ഒരു മാസ്റ്റർ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ ഉണ്ട്. അത്തരം മാസ്റ്റർ ക്യാൻഡിലിൻ്റെ ഫസ്റ്റത്തെ ബ്രേക്ക് ഔട്ട് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമുക്കിതൊരു കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ടച്ചസ്, ഇവിടെ ഹൈ ടച്ച് ചെയ്യുന്ന ലോ ടച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ഫസ്റ്റത്തെ ബ്രേക്ക് ഔട്ട് നമുക്കൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് അതൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്ന മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിൽ കൺസോൾഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണ്ട് ഒരിക്കലും, ഇനിയിപ്പോൾ ബ്രേക്ക് താഴോട്ട് ഒരു സെൽ ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ പോയി മാർക്കറ്റ് എൻഡ് ചെയ്തു, ഇവിടെ ഒരു റീട്രേസ്മെന്റ് വന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടാണ് താഴേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആക്കി വരച്ച് കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ആ ഒരു ലെവലിൽ, അതായത് ആ ഒരു സോണിലെത്തി റെസ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, SNR ലെവലിൽ ഇത്തരം ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ക്യാൻഡിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ലെവൽസ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുന്നതാണ് സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, മാർക്കറ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും. കാരണം എന്താ, ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. അപ്പോൾ ഇതൊരു റീട്രേസ്മെന്റ് ആയിട്ട് മുകളിലേക്ക് പോകും. പക്ഷേ ഇവിടെ നമുക്കൊരു മൊമെന്റം കിട്ടിയതുകൊണ്ടാണ് നമുക്കിവിടെ അടുത്തൊരു റീട്രേസ്മെന്റ് ഈ താഴേക്ക് മാർക്കറ്റ് പോയത്. ചില സമയത്ത് ഇവിടെ സിംഗിൾ ക്യാൻഡിലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ ഇതുപോലെ റെസ്പെക്ട് ചെയ്യുക, അടുത്ത ക്യാൻഡിൽ അടുത്ത പൊസിഷനിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ, അതായത് സപ്പോർട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ വരയ്ക്കുമ്പോൾ നോക്കാനുള്ളത്. സപ്പോർട്ടർ റെസിസ്റ്റൻ്റ് മെയിൻലി മൾട്ടിപ്പിൾ ടച്ചസ് വരുന്ന ഏരിയാസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്തായാലും നമുക്ക്, ഇപ്പോൾ ബൈനറി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ എന്തായാലും, ഒരു ബേസിക് നോളജ് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു മാർക്കറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, മാർക്കറ്റിൻ്റെ ഹൈ ഇതാണ്. മാർക്കറ്റിന്റെ ഹൈ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാക്കിയ ഹൈ ഇതാണ്. അതിനെ ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് ബ്രേക്ക് ഔട്ട് എന്ന് പറയുള്ളൂ. വിക്ക് കൊണ്ട് ബ്രേക്ക് ചെയ്താൽ അതിനെ നമ്മളൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഹൈ. അതുപോലെ നമ്മൾ വരയ്ക്കുന്നത് ആ സമയത്തുള്ള ലോ. അപ്പോൾ ആ സമയത്ത് ഇവിടെയാണ് ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ലോയും കിട്ടി, ഇവിടെ ഹൈയും കിട്ടി. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് പോയി. ഇനി മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്താലേ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്ത് ആ ലോനെ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും റീടെസ്റ്റ് സെയിം പൊസിഷനിൽ വന്നെടുത്ത് മാർക്കറ്റ് വീണ്ടും ഫോളോ ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് ഇപ്പം എന്താ, മാർക്കറ്റ് ആ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് വീണ്ടും കയറി മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ആ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോഴും ആ ഡൗൺ ട്രെൻഡിൽ അവിടെ സപ്പോർട്ട് എടുത്ത് താഴേക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വേണം മാർക്കറ്റ്, ഈ ട്രെൻഡ് ചേഞ്ച് ആയി മുകളിലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴേക്ക് അത് ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഇവിടെ വരെ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു സ്ട്രോങ് ലെവലാണ്. ഈ ഒരു സ്ട്രോങ് ലെവലിൽ ഇവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്, ഇവിടെ മൾട്ടിപ്പിൾ ടച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്ട്രോങ് ലെവലിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഈസിയാണ്. ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടച്ചസ് ഉണ്ട്. എപ്പോഴും ഈ സോണ് ചേർത്ത് വരയ്ക്കണം. കാരണം
ഈ സോൺ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന സോണ് ഇത് മൊത്തം ഒരു SNR ലെവലാണ്. അപ്പോൾ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാലാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ ബോഡി മാത്രം ടച്ച് ചെയ്ത് വരയ്ക്കാതെ വിക്ക് കൂടി ചേർത്ത് വരയ്ക്കുക. അതായത് ഇത് രണ്ടും ഈ ഒരു സെയിം മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ളത് ഈ ഏരിയയിലാണ്. അപ്പോൾ അതാണ് സോൺ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും ഈ ഒരു സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതന്നെ അവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ വരണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഇവിടെ അതിൻ്റെ മൊമെൻറ്റം എൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. മാർക്കറ്റ് വളരെ സ്ട്രോങ് വന്നു, അതിനുശേഷം അതിൻ്റെ മൊമെൻറ്റം ബ്രേക്കായിട്ടാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഇനി ഓൾറെഡി ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ടച്ചസ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ, ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ ഒരു സോണിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു റേഞ്ച് അങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ ആണ് എടുക്കാൻ സാധ്യത കൂടുതൽ. എന്തുകൊണ്ടാണ് അവിടുന്ന് കോൾ ഓപ്ഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഞാൻ ഇപ്പോൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, മാർക്കറ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് എൻഡ് ചെയ്ത് ഇവിടെ, അതിനുശേഷം വീണ്ടും ഒരു റിവേഴ്സൽ തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഈ റിവേഴ്സൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്തൊരു ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് ഈ മാർക്കറ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാർക്കറ്റ് നേരെ താഴേക്ക് വരും. അപ്പോൾ നമ്മളെ സെക്കൻഡ് ടച്ച് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തിനാണ് ഉണ്ടാവുക? ഒരു കോൾ ഓപ്ഷൻ ആണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അവിടെ കോൾ ഓപ്ഷൻ എടുക്കുന്നത്? ഈ കോൾ ഓപ്ഷൻ നമ്മുടെ മൊമെൻ്റ് എൻഡ് ചെയ്തു, അതിനുശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ വന്നു, അതുകൊണ്ടാണ് ഇവിടെ കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. എപ്പോഴും മാർക്കറ്റ് റൺ ചെയ്യുന്നത് ഒരു ഹൈ, അതായത് ഒരു ഹൈയിൽ നിന്ന് അടുത്തൊരു ഹൈയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഹൈയിൽ നിന്ന് അടുത്തൊരു ലോയിലേക്കാണ്. അതായത് ഓരോ മാർക്കറ്റിൻ്റെ ഓരോ പൊസിഷൻസ് ഉണ്ട്. ഇവിടെ മാർക്കറ്റിന് ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഹൈ ഉണ്ട്. അപ്പോൾ ഇതുവരെ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഹൈ ടച്ച് ചെയ്യാനാണ് മാർക്കറ്റ് ശ്രമിക്കുക. ഇവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ വരും ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൾറെഡി എന്താ വെച്ചാൽ ആ ലെവലിൽ, അതായത് നമ്മുടെ ഈ ഒരു ലെവല്, ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ലെവൽ അത് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് നമുക്ക് മാർക്കറ്റ് ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ടാണ് എൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കോൾ ഓപ്ഷൻ എടുക്കുന്നത്, അതായത് മോർണിംഗ് സ്റ്റാറിന് കോൾ ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ മോർണിംഗ് സ്റ്റാറിൻ്റെ ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന സൈന് തരുന്നത് മാർക്കറ്റ് മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുന്നുള്ളതാണ്. അപ്പം മുകളിലേക്കാണ് മാർക്കറ്റ് പോകേണ്ടത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് എടുത്തു വെച്ചു ഞാൻ ഓൾറെഡി പറഞ്ഞു, ലെവൽസിന് മുന്നേ മാർക്കറ്റ് അതിൻ്റെ മൊമെൻറ്റം എൻഡ് ചെയ്തു, അതിന് ശേഷമാണ് റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുള്ളത്. അതായത് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എൻഡ് ചെയ്തു, വീണ്ടും റീട്രേസ്മെൻറ്റ് കിട്ടി, മാർക്കറ്റ് വീണ്ടും മൂവ് ചെയ്തു. അതായത് ഇത്രയും സ്ട്രോങ്ങിൽ, അതായത് മൊമെൻറ്റത്തിൽ വന്ന മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ക്യാൻഡിലാണെന്ന് വെച്ചാൽ മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ പവർ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തു? പ്രോപ്പറായിട്ടുള്ളൊരു റിവേഴ്സൽ സൈന് വന്നു, മാർക്കറ്റ് മൂവ് ചെയ്യുന്നു മുകളിലേക്ക്. അപ്പോൾ ഇത്തരം നിങ്ങളുടെ സ്ട്രാറ്റജി, ഇപ്പോൾ മോർണിംഗ് സ്റ്റാറിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ മോർണിംഗ് സ്റ്റാർ മാത്രം നോക്കുക, ഈവനിങ് സ്റ്റാറിൽ ചെയ്യുന്ന ഒരാൾ, അതായത് നമ്മളൊരു പാറ്റേണിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അതിൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നിങ് റേഷ്യോ കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളതിൻ്റെ സൈൻ ഓൾറെഡി തന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു എൻട്രി പോയിന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴത്ത് വെക്കും. അതിനുശേഷം അടുത്തൊരു ഹൈ ഏതാണോ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും. 1:2 1:3 ആ റേഞ്ചിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് അതുപോലെ തന്നെ ഈ പൊസിഷനിൽ എവിടെയെങ്കിലും ഒരു സ്ട്രോങ് ലെവൽ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ മുന്നേ ഈ സൈഡിൽ ഏതെങ്കിലും പ്രോപ്പറായിട്ടുള്ള ലെവൽസ് ഉണ്ടോ എന്ന് നോക്കണം. ബ്ലൈൻഡായിട്ട് ഒരിക്കലും, അതായത് മോർണിംഗ് സ്റ്റാർ വന്ന് മുകളിലേക്ക് അങ്ങനെ പഠിക്കരുതെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ഒരു കാരണവശാലും ലെവൽസ് എപ്പോഴും നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നത്, ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ റിസ്ക് കൂടിയൊരു കാര്യമാണ് ബൈനറി ട്രേഡിംഗ് തന്നെ. നമ്മൾ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റ്സിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് സ്കാൾപ്പിങ്ങിനേക്കാൾ ഫാസ്റ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൾപ്പിംഗ് 5 മിനിറ്റ്സിലാണെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഇടുന്ന എമൗണ്ട് 100% പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് വേണം.
അതുപോലെ നിങ്ങൾ എടുക്കുന്ന ട്രേഡിന് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചാർട്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ഞാൻ ഇത്ര ട്രേഡ് ഒരു ദിവസം എടുക്കുള്ളൂ, അതുപോലെ തന്നെ എത്ര എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുള്ളതുണ്ട്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം, ഒരു പ്ലാനിലൂടെ വേണം ബൈനറി ട്രേഡിംഗ് ചെയ്യാൻ. കാരണം ഒരു തുടക്കക്കാരെ ഞാൻ ഒരിക്കലും ബൈനറി ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയില്ല. കാരണം അത്രയും റിസ്ക് ആണ്, പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഞാനിപ്പോൾ പറയുന്ന പോലെ നിങ്ങളിത് ചെയ്യുമ്പോൾ അത്ര ഈസി അല്ല. മോർണിംഗ് സ്റ്റാർ വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ കോൾ ഓപ്ഷൻ എടുക്കാൻ. അത് നമ്മൾ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു ഐഡിയ നമ്മൾ ആക്കിയെടുക്കണം. അതായത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് മാറുന്നത്, അതിനനുസരിച്ച് മാക്സിമം പഠിക്കുക. എന്നിട്ട് ഡെമോയിൽ ട്രേഡ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ആയി നമുക്ക് ചെയ്യാൻ പറ്റും തോന്നുമ്പോൾ മാത്രം റിയലിലേക്ക് മാറുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് റെസിസ്റ്റൻ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.